നമസ്കാരം, ഞാൻ ഡോക്ടർ സുശാന്ത്, കൺസൾട്ടൻറ്റ് ന്യൂറോളജിസ്റ്റ്, SCT ഹോസ്പിറ്റൽ പട്ടം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് പാർക്കിൻസോണിസം അഥവാ വിറയൽ രോഗത്തെ പറ്റിയാണ്. പാർക്കിൻസോണിസം സാധാരണമായി പ്രായമുള്ളവരിൽ ഒരു 60 വയസ്സ് മേലിലുള്ളവരിലാണ് കാണുന്നത്. പ്രധാനമായും 4 രോഗലക്ഷണങ്ങളാണ് ഉള്ളത്. ഒന്ന്, കൈകാലുകളുടെ വിറയൽ. പ്രത്യേകിച്ച് രോഗി റെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വിശ്രമാവസ്ഥയിലിരിക്കുന്ന സമയങ്ങളിൽ കൈകാലുകൾ വിറയ്ക്കുക. ഇത് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഒരു വശത്തായിരിക്കും തുടങ്ങുന്നത്. കാലക്രമേണ മറ്റു കൈകാലുകളിലേക്ക് ഇത് വ്യാപിക്കുകയും ചെയ്യും. രണ്ടാമതായിട്ട്, പേശികളുടെ ദൃഢത, അതായത് സന്ധികൾ അനക്കാനുള്ള ബുദ്ധിമുട്ട്. മൂന്നാമതായിട്ട്, എല്ലാ കാര്യങ്ങളിലുള്ള ഒരു പതുക്കം, പഴയ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ പഴയ സ്പീഡിൽ നടക്കാൻ പറ്റാതിരിക്കുക. നമ്മൾ സാധാരണ നടക്കുമ്പോൾ കൈകൾ ചലിപ്പിച്ചാണ്, കൈകൾ വീശിയാണ് നടക്കുന്നത്. പക്ഷേ പാർക്കിൻസോണിസം രോഗികൾ നടക്കുമ്പോൾ ഒന്ന്, അവർ വളരെ പതുക്കെയായിരിക്കും നടക്കുന്നത്. നടന്നു തുടങ്ങാൻ തന്നെ കുറച്ച് വിഷമമായിരിക്കും. കുറച്ച് സ്റ്റെപ്പുകൾ എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ അവർക്ക് പഴയ സ്പീഡിലേക്ക് വരാൻ പറ്റൂ. അതുപോലെ ഇപ്പോൾ കൈകൾ വീശുന്നതും വളരെ കുറവായിരിക്കും. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബാലൻസ് ഇല്ലായ്മ. പ്രത്യേകിച്ചും നിരപ്പല്ലാത്ത തറയിൽ നടക്കുമ്പോൾ പെട്ടെന്ന് വീഴാനുള്ള സാധ്യതയുണ്ടാവും, അല്ലെങ്കിൽ ഇരുന്നിട്ട് എണീക്കുമ്പോൾ പുറകോട്ട് മറിഞ്ഞു പോകാനുള്ള സാധ്യത. ഈ 4 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് പാർക്കിൻസോണിസം രോഗത്തിൽ ഉള്ളത്. ഇതിന് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മറവി രോഗം പോലെ നമ്മുടെ തലച്ചോറിനുള്ളിൽ നമ്മുടെ ചലനങ്ങളെ നിയന്ത്രിക്കുന്ന ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഞരമ്പുകൾ നശിച്ചു പോകുന്നത് കാരണമാണ് പാർക്കിൻസോണിസം രോഗം വരുന്നത്. ഇതിനെ നമ്മൾ ഇഡിയോപ്പതിക് പാർക്കിൻസോണിസം എന്ന് പറയുന്നു. ഇത് കൂടാതെ സ്ട്രോക്ക് കാരണം, അതായത് ചലനത്തെ ബാധിക്കുന്ന ഭാഗത്ത് സ്ട്രോക്ക് ഉണ്ടായാൽ നമുക്ക് പാർക്കിൻസോണിസം വരാം. കീടനാശിനികളുമായിട്ടുള്ള ഉപയോഗം അല്ലെങ്കിൽ അത് ഓർഗാൻ ഫോസ്ഫേറ്റ്സുമായിട്ടുള്ള സമ്പർക്കം കൂടുതലുള്ളവരിൽ പാർക്കിൻസോണിസം രോഗലക്ഷണങ്ങൾ വരാം. കാർബൺ മോണോക്സൈഡ് പോയ്സണിങ് ഉണ്ടെങ്കിൽ, അടിക്കടി തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം, ഇതൊക്കെ പാർക്കിൻസോണിസം രോഗത്തിന് കാരണമാകും. പ്രധാനമായിട്ടും 3 സ്റ്റേജാണ് പാർക്കിൻസോണിസം രോഗത്തിനുള്ളത്. തുടക്കത്തിൽ വെറും വിറയലും ചെറിയൊരു സ്ലോനെസ്സും മാത്രമായിരിക്കും. പക്ഷേ പിന്നീട് അങ്ങോട്ട് രോഗിയുടെ ചലനത്തെ തന്നെ അത് ബാധിക്കുകയും രോഗി പൂർണ്ണമായും കിടപ്പാവസ്ഥയിൽ എത്തുകയും ചെയ്യുന്നു. ഭക്ഷണമെടുക്കാനുള്ള ബുദ്ധിമുട്ടും കാലക്രമേണ വന്നു തുടങ്ങും. അതാണ് യൂഷ്വലി മരണകാരണമായി പരിണമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡോപ്പമിൻ്റെ അഭാവമാണ് പാർക്കിൻസോണിസം രോഗം ഉണ്ടാക്കുന്നത്. ഡോപ്പമിൻ ഉള്ള മരുന്നുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിൽ ചെറിയ ഡോസിൽ മാത്രമേ മരുന്നുകൾ ആവശ്യമായി വരൂ. പക്ഷേ രോഗം അതിൻ്റെ തീവ്രത കൂടുന്നതനുസരിച്ച് ഡോസും അതിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. ചിലപ്പോൾ മരുന്നുകളോട് കൃത്യമായി പ്രതികരിക്കുന്നില്ല, വിറയൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തലച്ചോറിനുള്ളിൽ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ, പേസ് മേക്കർ പോലെ നമ്മൾ തലച്ചോറിനുള്ളിൽ ഒരു ഇലക്ട്രോഡ് ഇംപ്ലാന്റ് ചെയ്യുന്ന ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന ചികിത്സാ രീതിയും ഇപ്പോൾ ലഭ്യമാണ്. മരുന്നുകളോടൊപ്പം തന്നെ പ്രധാനമാണ് പാർക്കിൻസോണിസം രോഗികളിൽ എക്സസൈസ്. പ്രത്യേകിച്ച് സൈക്ലിംഗ് പോലുള്ള എക്സസൈസ് ഈ പാർക്കിൻസോണിസം രോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ട് സഹായിക്കും.